നാട്ടിൽ വന്നിട്ട് കുത്തിയിരിക്കാൻ സമയമില്ല, പിന്നാണോ കുക്കിങ്. പക്ഷേ ഇന്ന് ഞാൻ രാവിലെ തന്നെ പോയിട്ട് കുറച്ച് അയലമീനൊക്കെ വാങ്ങിയിട്ട് വന്നു. ഇന്നൊന്ന് കുക്ക് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. രാവിലെ മുതൽ ഭയങ്കര തുമ്മലാണ്. തുമ്മൽ കാരണം എനിക്കൊരു പണി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ മമ്മി ഒരു മെഡിസിൻ തന്നതാണ് മൂക്കിലും ആ ഒരു നെറ്റിയിലും ഒക്കെ പുരട്ടാനായിട്ട്. അതാണ് ഞാൻ പുരട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ അയലമീനൊന്ന് കറി വെക്കാമെന്ന് കരുതി ഒന്ന് കറി വെക്കുവാണേ. ഞങ്ങളുടെ ഈ ഒരു പത്തനംതിട്ട, ചെങ്ങന്നൂർ ഈ ഒരു ഭാഗത്തൊക്കെ ഞങ്ങൾ കൂടുതലും ഈ ഒരു മുളക് അരച്ച കറിയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഈ ഒരു സമയം മമ്മി കുറച്ച് പയർ അരിഞ്ഞു തന്നു. അപ്പോൾ ആ ഒരു പയറിലേക്ക് ഞാൻ കുറച്ച് തേങ്ങാപ്പീരയൊക്കെ ഇട്ടൊന്ന് കൈവച്ച് ഞെരടിയിട്ട് ഒരു പയർ തോരനും ഉണ്ടാക്കാമെന്ന് കരുതി. കുറച്ച് പേരെൻ്റെ വീഡിയോ കണ്ടിട്ട് പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ മിക്ക കറികളിലും കടുകിടാറില്ല, ഞാൻ എല്ലാ കറികളിലും കടുകിടാറുണ്ടെന്ന്. അത് ഞങ്ങളുടെ ഈ ഭാഗത്തൊക്കെ അല്ലെങ്കിൽ ഞങ്ങളുടെ വീടുകളിലൊക്കെ ഞങ്ങൾ കടുകിട്ടാണ് മിക്ക കറികളും ഉണ്ടാക്കുന്നത്. തോരന്, മീൻകറി ഒക്കെ ഞങ്ങൾ കടുകിട്ടാണ് ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ ദിവസം വറുത്ത ചക്കേൻ്റെ തണ്ടും മൂടും ഒക്കെ ഞങ്ങൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു വേവിക്കാനായിട്ട്. അതിനായിട്ടൊരു അരപ്പ് റെഡിയാക്കുവാണേ. അപ്പോൾ തേങ്ങ, ജീരകം, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും ഇട്ടിട്ടാണ് ഞാൻ ചക്കയ്ക്ക് അരപ്പുണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയം മീൻകറിയുടെ അരപ്പ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം അയലമീൻ ഞാൻ ഇട്ട് കൊടുത്തിട്ട് ഇതിനൊന്ന് കറിവേപ്പിലേക്ക് ഇട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അതിനെ ഒന്ന് വേകാൻ വെച്ചു. അപ്പോൾ ഈ ഒരു സമയം നമുക്ക് ആ ചക്കയിലേക്ക് അരപ്പിട്ട് കൊടുക്കാം. ചക്ക ഞാനൊരു പകുതി വേവിച്ച് വെച്ചതാണ് ഫ്രിഡ്ജിൽ. അപ്പോൾ എന്നിട്ട് ആ ഒരു അരപ്പും കൂടി ഒന്ന് ആവി കയറ്റിയെടുത്ത് ഒരല്പം പച്ച വെളിച്ചെണ്ണ എടുത്ത് കുഴച്ച് കഴിഞ്ഞാൽ നല്ല ആവി വറക്കുന്ന ചക്ക വേവിച്ചത് റെഡി. അപ്പോൾ മീൻകറിയും ചക്ക വേവിച്ചത് നല്ലൊരു കോമ്പിനേഷനാണ്. ഈ ഒരു ചക്ക കണ്ടിട്ടാണ് ഞാൻ മീൻകറി ഉണ്ടാക്കിയത്. പിന്നെ ഇവിടെ ചോറിന് ഒഴിച്ചു കൂട്ടാനായിട്ട് എപ്പോഴും ഒരു കറി ആവശ്യമാണ്. അപ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ചേച്ചി കുറേ തൈര് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ചൊന്ന് തൈര് കാച്ചുവാണ്, അല്ലെങ്കിൽ മോര് കാച്ചാണ് കേട്ടോ. ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, കറിവേപ്പില ഇത്രയിട്ട് നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആക്കിയിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ടിട്ട് പിന്നെ നമ്മൾ കുറച്ച് തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഈ ഒരു മോരിന് നല്ല പുളിയാണ്. അപ്പോൾ ആ ഒരു പുളി ഒന്ന് മാറി കിട്ടാനായിട്ട് ഒരു തേങ്ങ അരപ്പ് ചേർത്താൽ നന്നായിട്ട് പുളി മാറി കിട്ടും. പിന്നെ ഉപ്പും ഉലുവാപ്പൊടിയും ചേർത്ത് പിന്നെ തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ മോര് കാച്ചത് റെഡി. പക്ഷേ ഇത് നന്നായിട്ട് ചൂടാക്കി എടുക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ചീത്തയാവും. നമ്മൾ കോക്കനട്ടൊക്കെ ഇട്ട് ഉണ്ടാക്കിയതല്ലേ, അതുകൊണ്ട്. പിന്നെ ഞാൻ കുറച്ച് മീൻ ഇരിപ്പുണ്ട്, അപ്പോൾ അതൊന്ന് വറക്കുവാണ്. മോതമീനാണ് വറുത്തെടുക്കുന്നത്. പിന്നെ എല്ലാ പണിയും കഴിഞ്ഞ് ലാസ്റ്റിലാണ് ഞാൻ ചോറ് വെക്കുക. ചില സമയത്ത് ഈ ചോറ് വെക്കാനായിട്ട് മറന്നും പോകാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഓർത്ത് ചോറ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ലഞ്ചെന്ന് പറയുന്നത് നല്ല ചോറ്, ചക്ക വേവിച്ചത്, പയറ് തോരൻ, പിന്നെ മീൻ വറുത്തത്, പിന്നെ ഇന്നലത്തെ കുറച്ച് ബീഫും കുറച്ച് ചക്കക്കുരു മെഴുക്കുവരട്ടി ഉണ്ടായിരുന്നേ. അപ്പം ഇതൊക്കെ ഇന്നലത്തെയാണ്. പിന്നെ നമ്മുടെ മീൻകറി. പിന്നെ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത്. നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇത്രയും കൂട്ടാനുണ്ടാകും ചോറ് കഴിക്കാനായിട്ട്. ഷാർജയിൽ ചെല്ലുമ്പോൾ പിന്നെ 1-2 കൂട്ടാൻ കൂട്ടിയായിരിക്കും ഞാൻ കഴിക്കുക.